ഈ വീഡിയോയിൽ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ആദ്യം തന്നെ മെക്കാനിക്സ് എന്താണെന്ന് പഠിക്കാം. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓർ ഇക്വിലിബ്രിയം ഓഫ് എൻ ഒബ്ജക്റ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എനർജി നമ്മളവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ ആ ഒബ്ജക്റ്റ് അവിടെ നിന്ന് മൂവ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ തുടരും. ഈ രണ്ട് കാര്യങ്ങളെയും കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ മെക്കാനിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മെക്കാനിക്സിനെ 3 ബ്രാഞ്ചസ് ആക്കി തിരിച്ചേക്കാണ്. ഒന്ന് സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനമാറ്റിക്സ്. ഇവിടെ നോക്കിയേ, സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും ആ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ, അതായത് ഒബ്ജക്റ്റ് അണ്ടർ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചിനെ നമ്മൾ സ്റ്റാറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഡൈനാമിക്സ് ആയിക്കോട്ടെ കൈനമാറ്റിക്സ് ആയിക്കോട്ടെ, ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ചലനം സംഭവിക്കുകയാണ്, അതല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചിനെ നമ്മൾ ഡൈനാമിക്സ് കൈനമാറ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. പക്ഷേ ഇവ തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ് ആ ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്, അതായത് കാരണങ്ങൾ കൂടി അവിടെ കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാനുണ്ടായ ആ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സാണ്. അപ്പോൾ ആ ഫോഴ്സിനെയും കൂടിയും ഈ ഡൈനാമിക്സിൽ കൺസിഡർ ചെയ്യും. എന്നാൽ കൈനമാറ്റിക്സിൽ ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തു, പക്ഷേ എന്തുകൊണ്ടാണ് മൂവ് ചെയ്തത്, അതിൻ്റെ കാരണങ്ങൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ആ പൊസിഷന് ഒരു മാറ്റം വന്നു, അത് മാത്രമേ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത്തരം ബ്രാഞ്ച് ഓഫ് ഫിസിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനമാറ്റിക്സ്. അടുത്ത് നമ്മൾ മോഷൻ എന്താണെന്ന് പഠിക്കാം. എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ ഇഫ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ സ്ഥാനം മാറുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ചലന അവസ്ഥയിലാണ് നമുക്ക് പറയാം, അതായത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളാണ് മോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ 2ആക്കി ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെയാണ് സ്കേലാർ, രണ്ടാമത്തെയാണ് വെക്റ്റർ. ഇനി സ്കേലാർ ക്വാണ്ടിറ്റിയുടെയും വെക്റ്റർ ക്വാണ്ടിറ്റിയുടെയും പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കിവിടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കാം. ആദ്യം തന്നെ സ്കേലാറിൽ നോക്കാം. ഇവിടെ സ്കേലാർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല. അതായത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒരു വലിപ്പം അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഒരു നമ്പർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റിക്ക് സാധിക്കുള്ളൂ. ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഡയറക്ഷനെ കുറിച്ച് ഒന്നും പറയാത്ത ആ ഒരു ക്വാണ്ടിറ്റിയാണ് സ്കേലാർ ക്വാണ്ടിറ്റി. പക്ഷേ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റായിട്ടൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ന്യൂമറിക്കൽ വാല്യൂ വെച്ച്, അതായത് മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഡയറക്ഷൻ ഉണ്ടായിരിക്കും. കറക്റ്റ് ഡയറക്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയും. അത്തരം ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. രണ്ടാമത്തെ പോയിന്റും ഇതേപോലെ തന്നെയാണ്. സ്കേലാർ ക്വാണ്ടിറ്റിക്ക് ഡിസ്ക്രൈബ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ദേ ആർ ഡിസ്ക്രൈബ്ഡ് ബൈ എ നമ്പർ. ഒരു നമ്പർ വെച്ചിട്ട്, ഇപ്പോൾ 5 ആണെങ്കിൽ 5 എന്ന് എഴുതാം, അതുപോലെ തന്നെ യൂണിറ്റും എഴുതാം. ഇപ്പോൾ മാസ്, ഇവിടെ എക്സാമ്പിൾ മാസ് പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് 5 കിലോഗ്രാം. മാസിൻ്റെ SI യൂണിറ്റ് അഥവാ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമാണ്. അപ്പോൾ മാസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. മാസിന് എന്തെങ്കിലും ഡയറക്ഷൻ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് എക്സാമ്പിളായിട്ട് മാസ് വന്നിരിക്കുന്നത്. മാസ്, ലെങ്ത്ത്, ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ് ഇതൊക്കെ സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ്. ഡയറക്ഷനെ കുറിച്ചിട്ട് ഇവിടെ ഇതിലൊന്നും പറയുന്നില്ല. എന്നാൽ ഇവിടെ നോക്കിയേ, ഇവിടെ വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ സ്പെസിഫൈഡ് ബൈ എ നമ്പർ, ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടായിരിക്കും, അതിൻ്റെ യൂണിറ്റ് ഉണ്ടായിരിക്കും, ഒപ്പം തന്നെ ഡയറക്ഷനും കൂടി അവിടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, മൂവ്മെൻറ്റം, വെയിറ്റ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്കേലാർ ക്വാണ്ടിറ്റീനെയും വെക്റ്റർ ക്വാണ്ടിറ്റീനെയും ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി വേറെ രീതിയിൽ മൊമെൻറ്റം എന്ന് പറഞ്ഞത് ഒരു സ്കേലാർ ആണോ വെക്റ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെക്റ്റർ ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ആക്ച്വൽ പാത്ത് ട്രാവൽഡ്. ഇപ്പോൾ ഹോമിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഓഫീസിലെത്തണം. അപ്പോൾ ലെങ്ത് ഓഫ് ദ ആക്ച്വൽ പാത്ത് ട്രാവൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഹോമിൽ നിന്ന് നേരെ വഴിയിൽ ഓഫീസിലെത്താം, അല്ലെങ്കിൽ വളഞ്ഞ വഴിയിൽ കുറേ ചുറ്റിപ്പടഞ്ഞ് നമുക്ക് ഓഫീസിലെത്താം. എങ്ങനെ എത്തിയാലും ലെങ്ത് ഓഫ് ദ ആക്ച്വൽ പാത്ത്, അത് നമ്മൾ സഞ്ചരിച്ച ആ ഒരു ആക്ച്വൽ പാത്തിൻ്റെ ലെങ്ത്ത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഏത് വഴിയാവാം, ഒന്നുകിൽ ഡയറക്റ്റ് ആവാം അല്ലെങ്കിൽ വളഞ്ഞ വഴിയാവാം. എന്നാൽ
ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിയേ, ഷോർട്ടസ്റ്റ് ലെങ്ത് ഫ്രം ദ ഇനീഷ്യൽ ടു ഫൈനൽ പൊസിഷൻ. ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ പൊസിഷൻ ഹോമാണ്, ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഓഫീസ്. അപ്പോൾ നേരിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നേരിട്ട് ഹോമിൽ നിന്ന് ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു ഷോർട്ടസ്റ്റ് ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ എന്തുണ്ടായിരിക്കുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഡയറക്ഷൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അവിടെ ഡയറക്ഷൻ ഉണ്ടായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ഇനി ഡിസ്റ്റൻസിൻ്റെ വാല്യൂ ഒരിക്കലും ഒരു 0 ആവില്ല. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഡയറക്ഷൻ കാണിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാം. ഇനി ഒരു കാര്യത്തിൽ മാത്രം ഒരു സെയിം ആണ്, യൂണിറ്റിൻ്റെ കാര്യത്തിൽ രണ്ടെണ്ണത്തിനും യൂണിറ്റ് മീറ്ററാണ്. ഇനി ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാണ്. ഒരാൾ എയിൽ നിന്ന് സി വഴി ബിയിലെത്തി. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു മെഷർമെൻറ്റും കൊടുത്തിട്ടുണ്ട്, എയിൽ നിന്ന് സി വഴി ബിയിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് ആദ്യം പറഞ്ഞേക്കണം. ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എയും ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ബി. ഒരാൾ സി കൂടിയും പോയി, ആ ആൾ അതേപോലെ ഡയറക്റ്റായിട്ട് ബിയിലെത്തും ചെയ്തു. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് നമുക്കറിയാം, ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തന്നതുകൊണ്ട് ഡിസ്റ്റൻസിന് നമുക്കിവിടെ സ്ട്രെയിറ്റ് ലൈനായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ സി വഴിയാണ് ബി എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് എത്രയാണ്? 40 മീറ്റർ ആണെങ്കിൽ 40 മീറ്റർ. ഇനി ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ, ഇവിടെ 4ഉം 8ആണ് തന്നിരിക്കുന്നത്. ആ ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത് 8 - 4 മീറ്റർ. അപ്പോൾ അയാൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 മീറ്ററും പിന്നെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ടസ്റ്റ് ലെങ്ത്താണ്, അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇതും ബിന്ന് എയിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ ബിയും എയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ അത് രണ്ടും മൈനസ് ചെയ്താൽ 4 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നോക്കി, ഒരാൾ എയിൽ നിന്ന് സഞ്ചരിച്ച് സിയിലോട്ട് എത്താണ്. ഒന്നെങ്കിൽ അയാൾക്ക് എയിൽ നിന്ന് ഡയറക്റ്റായിട്ട് സിയിലെത്താം, അല്ലെങ്കിൽ ബി വഴി സിയിലെത്താം. 2 ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നേക്കുന്നത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ആക്ച്വൽ പാത്ത് ഈ ട്രാവൽഡ്. ഒന്നെങ്കിൽ നേരിട്ട് അയാൾക്ക് സഞ്ചരിക്കാം, അല്ലെങ്കിൽ ബി വഴി വളഞ്ഞ രീതിയിൽ സഞ്ചരിക്കാം. പക്ഷേ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നുകൊണ്ട് നമുക്കിവിടെ സ്ട്രെയിറ്റ് ലൈനുള്ള ഡയറക്റ്റ് മെത്തേഡോട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ബി വഴി സഞ്ചരിച്ച അകലം എത്രയാണ്? എന്ന് ബിയും ബിന്ന് സിയും, അതായത് 3 + 5 8 മീറ്ററാണ് അയാൾ സഞ്ചരിച്ച ആക്ച്വൽ പാത്ത് എന്ന് പറഞ്ഞത്. അകലം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അകലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് ലെങ്ത് ഫ്രം ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇതാണ് ഫൈനൽ, ഇതാണ് ഇനീഷ്യൽ. എന്ന് തുടങ്ങി സിയിലോട്ട് എത്തണം. അതെത്രയാണ്? 6 മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റിനെ സ്ഥാനാന്തരം എന്നാണ് മലയാളത്തിൽ പറയാം. സ്ഥാനാന്തരം. ഡിസ്റ്റൻസ് ആണെങ്കിൽ അകലം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഒരാൾ എയിൽ നിന്ന് സിയിലോട്ട് യാത്ര തിരിക്കുകയാണ്. ഒന്നുകിൽ അയാൾക്ക് നേരെ വഴി കൂടെ സിയിലെത്താം, ഡയറക്റ്റായിട്ട് ആ ഷോർട്ടസ്റ്റ് ലെങ്ത്തിൽ സിയിലോട്ട് എത്താം, അല്ലെങ്കിൽ ബി വഴിയും എത്താം. ഒരു 2 ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും നേരിട്ടുള്ള വഴിയോടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വളഞ്ഞ വഴിയാണ് ഡിസ്റ്റൻസ് ആക്കി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്താണ്? എന്ന് ബിയിലോട്ട് എത്തുന്നു, ബിന്ന് സിയിലോട്ട് എത്തുന്നു, അത്രയും ഡിസ്റ്റൻസിനാണ് നമ്മൾ അകലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 5 + 5 10 മീറ്റർ. ഇത് മീറ്ററിൽ തന്നുകൊണ്ട് മീറ്ററിന് എഴുതി. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ആ ഷോർട്ടസ്റ്റ് ലെങ്ത്ത് ഡയറക്റ്റ് വെയിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സി എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ 9 ആണ്, മൈനസ് എ എന്ന് പറഞ്ഞ പൊസിഷൻ 5 ആണ്. അപ്പോൾ എത്ര വരും? 4 മീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയേ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത് എസ് ആക്കി എടുക്കാം. എസ് = എക്സ് എന്ന് പറഞ്ഞത് പൊസിഷനെയാണ് നമ്മൾ എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊസിഷൻ, ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഫൈനൽ പൊസിഷനെയാണ് എക്സ് എഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. മൈനസ് എക്സ് ഐ ആദ്യത്തെ പൊസിഷൻ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ ചേഞ്ച് ഇൻ പൊസിഷൻ നമ്മൾ എന്ത് പറയും?
ഡെൽറ്റ എക്സ് എന്നതുകൊണ്ട് നമുക്ക് എഴുതാം. എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. അതായത് ഡെൽറ്റ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ പൊസിഷനാണ് അല്ലേ. ഫൈനൽ പൊസിഷനിലേക്ക് എത്താൻ, ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്തുന്ന ആ ഒരു ലെങ്ത്ത്, അതിനാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചിരിക്കുക. എസ് ഈസ് ഈക്വൽ ടു എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ. എസ് എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് ചേഞ്ച് ഇൻ പൊസിഷനെയാണ്, അത് കാണിക്കുന്നത് ഡെൽറ്റ എക്സ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.